ഞാൻ മുല്ലത്തളം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 16-ാം ഭാഗം, ചാപ്റ്റർ 16. ഒന്ന് കേട്ടിട്ട് പോ. സക്കായി ഓടുക. ആരാണ് ക്രിസ്തു എന്ന് വെറുതെ ഒന്ന് കാണണം. അത്രമാത്രം ഉദ്ദേശത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്ന വഴിയിൽ പാതവക്കിൽ അവൻ കാത്തുനിന്നു. പക്ഷേ അവിടുത്തെ പുരുഷാരം കണ്ടപ്പം അവൻ ഒന്ന് മനസ്സിലായി, എൻ്റെ ഉയരവില്ലായ്മ കൊണ്ട് എനിക്ക് ക്രിസ്തുവിനെ കാണാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിലാക്കി അവൻ മുൻപോട്ട് ഓടിച്ചെന്ന് ക്രിസ്തു വരുന്ന വഴിയിലുള്ള ഒരു കാട്ടത്തിയുടെ മുകളിൽ, മരത്തിന് മുകളിൽ കയറി അവൻ ഒളിച്ചിരുന്നു. അവൻ്റെ ഉദ്ദേശം ഇത്ര മാത്രം: ഒന്ന് കാണണം ക്രിസ്തുവിനെ. ക്രിസ്തു ആരാണെന്ന് അറിയണമെന്നൊന്നും അവന് നിർബന്ധം. ഒന്ന് കാണുക, ജസ്റ്റ് ഒന്ന് കാണുക. കർത്താവായ യേശു ക്രിസ്തു അതുവഴി വന്നു. സക്കായി ഇരിക്കുന്ന മരത്തിൻ്റെ നേരെ താഴെ വന്നിട്ട് മുകളിലേക്ക് നോക്കി അവൻ വിളിച്ചു, സക്കായിയെ, ഇറങ്ങി വാ, എനിക്ക് നിന്നോടൊപ്പം ആഹാരം കഴിക്കണം. ക്രിസ്തു ആരെന്ന് ധനികനായ അറിവുള്ള ഈ ചുങ്കക്കാരന് മനസ്സിലായി. എൻ്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, ഒളിച്ചിരുന്ന് എന്നെ അവൻ കണ്ടുപിടിച്ചിരിക്കുന്നു. ക്രിസ്തു ആരെന്ന് സക്കായിക്ക് മനസ്സിലായി. എൻ്റെ ഭാഷയിൽ ഞാൻ സക്കായിയോടൊന്ന് ചോദിച്ചോട്ടെ, കടലിൻ്റെ അടിയിൽ ഒഴുകി നടന്ന മത്സ്യത്തിൻ്റെ വയറ്റിൽ ദ്രഹ്മപ്പണമുണ്ടെന്ന് തിരിച്ചറിഞ്ഞവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ഒരു പക്ഷെങ്കിൽ ഈ സക്കായി അറിഞ്ഞു കാണില്ല. അതാണ് ക്രിസ്തു. അവൻ താഴേക്ക് ഇറങ്ങി വന്നു, സറണ്ടറായി. ഞാൻ എന്തുമാത്രം അധികമായി നിയമപരമായ അല്ലാത്ത രീതിയിൽ മറ്റുള്ളവരിൽ നിന്നും കൈപ്പറ്റിയിട്ടുണ്ട്, അതൊക്കെ ഞാൻ ഇത്ര മടങ്ങ് തിരിച്ചു കൊടുക്കാം. സറണ്ടറായി. ഇതാണ് യേശു ക്രിസ്തു. നീ ഒളിച്ചിരുന്നാലും അവനുള്ളവനെങ്കിൽ അവൻ കണ്ടുപിടിച്ചിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മത്സ്യത്തിൻ്റെ വയറ്റിൽ ദ്രഹ്മപ്പണമുണ്ടെന്നുള്ളത് പോലും തിരിച്ചറിയാവുന്നവനാണ് ഈ പ്രപഞ്ച സൃഷ്ടാവ്. അവനിൽ ഒന്നും ഒളിഞ്ഞിരിക്കുന്നില്ല. അവൻ തൻ്റെ ശിഷ്യന്മാരോട് ഒരിക്കൽ പറഞ്ഞു, എതിർ ഗ്രാമത്തിലേക്ക് ചെല്ലുക, ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ നിങ്ങൾക്ക് കാണാം, ഒരു കഴുതയെ നിങ്ങൾക്ക് കാണാം, അതിനെ ഇനി പിടിച്ചുകൊണ്ടുപോകാം. അതിനെ കൊണ്ടുവരാൻ നേരം ആരെങ്കിലും നിങ്ങളോട് ചോദിക്കും, എന്തിനാണ് ഈ കഴുതയെ അഴിച്ചുകൊണ്ട് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടിയാണ് എന്ന് പറയണം. എന്തോ ഒരു ദീർഘവീക്ഷണം. ഇന്ന സ്ഥലത്തൊരു കഴുതക്കുട്ടി ഉണ്ടെന്നും ആ കഴുതക്കുട്ടിയുടെ പുറത്ത് ഇന്നേ വരെ ആരും കയറിയിട്ടില്ലെന്നും നിങ്ങളത് അഴിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് വന്ന് ചോദിക്കും എന്തിനഴിക്കും എന്നും മുൻകൂട്ടി തിരിച്ചറിയുന്ന ഒരു ദൈവപുത്രൻ, മശിഹ തമ്പുരാൻ, ഇസ്രായേലിൻ്റെ പുത്രൻ, അതാണ് ക്രിസ്തു. ശിഷ്യന്മാർ ചെന്നപ്പോൾ അവർ ആ കഴുതയെ അഴിച്ചുകൊണ്ട് പോരാൻ നേരം അതിൻ്റെ യജമാനൻ വന്ന് ചോദിച്ചു, എന്തിനാണ് നിങ്ങളെ ഈ കഴുതക്കുട്ടിയെ അഴിക്കുന്നത്? അവർ കാര്യം പറഞ്ഞു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. നോക്കണേ, മുൻപ് പറഞ്ഞത് അതുപോലെ സംഭവിച്ചിരിക്കുന്നു. ക്രിസ്തു എല്ലാം അറിഞ്ഞിരിക്കുന്നു. അവനിൽ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. കഴുതയെ കൊണ്ടുവന്നു. അവർ കർത്താവായ യേശു ക്രിസ്തു ആ കഴുതയുടെ പുറത്ത് കയറി യാത്ര ആരംഭിച്ചു. സ്നേഹ ബഹുമാന ആദരവുകൾക്ക് വേണ്ടി ആളുകൾ, കാഴ്ചക്കാർ, അവിടെ ഉണ്ടായിരുന്നവർ, പുരുഷാരം, അവരുടെ വസ്ത്രമൂരി റോഡിൽ ആ കഴുത വരുന്ന വഴിയിൽ, ക്രിസ്തു ഇരിക്കുന്ന ആ കഴുത വരുന്ന വഴിയിൽ ക്രിസ്തുവിനെ മാനിക്കുവാൻ വേണ്ടി അവരുടെ വസ്ത്രങ്ങൾ റോഡിലേക്ക് അവർ വിരിച്ചു വിട്ടു. ഈ കഴുത ചവിട്ടിപ്പോകുന്നത് ഈ തുണിയുടെ, ഈ വസ്ത്രത്തിൻ്റെ പുറത്താണ്. യേശുക്രിസ്തു വസ്ത്രത്തിൽ ചവിട്ടിയിട്ടുണ്ടോ? കാലുകൾ വെച്ചിട്ടുണ്ടോ? ഇല്ല. മാനസമ്മാനങ്ങൾ ആളുകൾ അവർക്ക് കൊടുക്കുന്നത് ഈ യേശുക്രിസ്തുവിനും, അത് അനുഭവിക്കുന്നത് കഴുതയും. ഞാൻ പറയുന്നതിൻ്റെ പൊരുളുകൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ.
ആളുകൾ വസ്ത്രം റോഡിലേക്ക് വിരിച്ചിടുന്നത് കർത്താവായ യേശുക്രിസ്തുവിന് ആദരവ് നൽകുവാൻ, സ്നേഹം പ്രകടിപ്പിക്കുവാൻ, അവനോടുള്ള സ്നേഹ ബഹുമാനം കാണിക്കുവാൻ. പക്ഷെ അനുഭവിക്കുന്നതോ കഴുത. അർത്ഥം മനസ്സിലായ ചിലരൊക്കെ ഉള്ളിലൊരു പുഞ്ചിരി വരുന്നുണ്ട്. ഒരുപക്ഷെങ്കിൽ ഈ കഴുത ചിന്തിച്ചിരിക്കാം, ഞാൻ വരുന്നത് കണ്ടുകൊണ്ടാണ് ഈ തുണികൾ, ഈ വസ്ത്രങ്ങൾ അവർ വിരിക്കുന്നതെന്ന്. ഹലോ മിസ്റ്റർ കഴുത, നീ ഇന്ന് അനുഭവിക്കുന്ന പല നന്മകളും, നീ ഇന്ന് അനുഭവിക്കുന്ന മറ്റുള്ളവരുടെ മുൻപിൽ മാനിക്കപ്പെടുന്നതും ഒക്കെ നീ ക്രിസ്തുവിനെ ചുമക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. നിന്നെ ഇന്ന് സമൂഹം മാനിക്കുന്നത്, നിന്റെ മുൻപിലേക്ക് ഈ വസ്ത്രങ്ങൾ ഊരി ആ റോഡിലേക്ക് ഇടുന്നത്, നിന്റെ പുറത്ത് ഒരു ക്രിസ്തു ഇരിപ്പുണ്ട്. എത്ര നാൾ ക്രിസ്തു നിന്റെ പുറത്തിരിപ്പുണ്ടോ, യാത്രയോടൊപ്പം യാത്രയാണോ, ആളുകൾ നിന്നെ മാനിക്കും, ബഹുമാനിക്കും. പക്ഷേ ക്രിസ്തുവില്ലാത്ത കഴുതയെ ആരും മാനിക്കാൻ പോകുന്നില്ല. ഇന്ന് നിങ്ങൾക്കുള്ള പല നന്മകളും, സമൂഹം നിങ്ങൾക്ക് നൽകുന്ന പല മാന്യതകളും, ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന പല നന്മകളും, കഴുതേ, നീ അവനെ ചുമക്കുന്നത് കൊണ്ടാണ്, അവൻ നിന്റെ പുറത്തിരിക്കുന്നത് കൊണ്ടാണെന്നുള്ള തിരിച്ചറിവ് നിനക്ക് നല്ലതാ. ഇതൊരു ഓർമ്മപ്പെടുത്തലാണെന്ന് കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഹലോ കഴുത, ഞാൻ കഴുതയോട് പറഞ്ഞതിന് നിങ്ങളെന്തിനായി പിണങ്ങി പോകുന്നത്? ഒന്ന് കേട്ടിട്ട് പോകും, 16-ാം ഭാഗം. ഞാൻ മുല്ലത്തറ മുക്കാഞ്ചരം അഥവാ സോമൻ പോപ്പ.